എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും നല്ല ക്രിസ്പി ആയിട്ടും പെർഫെക്റ്റ് ഉഴുന്നുവട കൂട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഈ ഒരു കൂട്ട് പഠിക്കുവാണെങ്കിൽ നല്ല മുഴുത്ത ക്രിസ്പി ഉഴുന്നുവട നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു തരി പോലും എണ്ണയും കുടിക്കില്ല. ഇനി ആദ്യമായിട്ട് ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാൻ പോകുന്ന എന്റെ കൂട്ടുകാർക്കും ഉഴുന്നുവട നാളെ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത എന്റെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു വീഡിയോ എൻ്റെ പല കൂട്ടുകാരും ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ വടയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് ഉഴുന്നെടുക്കേണ്ടത്. ഉഴുന്നുവടയ്ക്കായുള്ള ഉഴുന്നെടുക്കുമ്പോൾ നല്ല മുഴുപ്പുള്ള ഉഴുന്ന് വേണം എടുക്കാനായിട്ടും. അപ്പോഴാണ് നല്ല പ്ലഫി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്താനും കൂടെ വെച്ചു കൊടുക്കണം. ഉഴുന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കുമ്പോൾ ആദ്യത്തെ 1.5 മണിക്കൂർ പുറത്ത് വെച്ചും അതിനുശേഷം 1.5 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുതിർത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഉഴുന്നെന്ന് കുതിർന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഉഴുന്ന് ഇവിടെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി കുതിർത്തിയ ഉഴുന്ന് ഒരു അരിപ്പയിലൂടെ മാറ്റിയിട്ട് ഒന്ന് വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചുകൂടി എടുക്കണം. അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുമ്പോൾ 2 തവണകൾ കൊണ്ടാണ് നമുക്ക് ഉഴുന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ഉഴുന്ന് കുതിർത്തിയ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല ബോൾ പോലെ തന്നെയാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കേണ്ടതും. അങ്ങനെ 2 തവണകൾ കൊണ്ട് തന്നെ ഞാനിവിടെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കാം. ആദ്യമേ 2 തണ്ട് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തതും 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 3 സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് റവയും ചേർക്കാവുന്നതാണ്. വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. കൂടെ തന്നെ 1 സ്പൂൺ അളവിലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉഴുന്നുവടയ്ക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 പിഞ്ച് കായപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിലെ ചതച്ച കുരുമുളകും. ഇനി ഇതെല്ലാം ആയാല് പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളമെല്ലാം കൂടി പോവാണെങ്കിൽ 1 സ്പൂൺ അളവിൽ കൂടെ റവയോ അരിപ്പൊടിയോ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സവാളയോ ഉള്ളിയോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും തന്നെ ചേർക്കുന്നില്ല. മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ അടിച്ചു പതപ്പിച്ചെടുക്കുമ്പോഴാണ് വട നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പ്ലഫി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. കുഴച്ചെടുത്ത മാവ് നല്ല ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവിന്റെ കൂട്ട് കറക്റ്റ് ആണ്. ഇനി ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാവൊന്ന് മൂടി വെച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ വടയുടെ മാവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഉഴുന്നുവട തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി വട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഓയിലിന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ മാവ് ഇതുപോലെ ഒന്ന് അരികിൽ നിന്നെടുക്കുക. അരികിൽ നിന്നെടുത്ത് ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നടുഭാഗം ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതും ഇതുപോലെ അരികിൽ നിന്നും കുറേശ്ശെ മാവെടുക്കുക. കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നടുഭാഗം ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ നനച്ചിട്ട് ഇതുപോലെ എടുക്കുവാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വട തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വട എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ചിട്ട് കൊടുക്കാം. വട നല്ല പ്ലഫി ആയിട്ട് തന്നെ ഇവിടെ പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് വട ഒന്ന് വീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 വശവും ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വട നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ വട ഒരു ഭാഗമൊക്കെ നല്ലവണ്ണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറുവശവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ലവണ്ണം തന്നെ മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗുണ്ടുമണി ഉഴുന്നുവട ഇവിടെ നല്ലതുപോലെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഉഴുന്നുവടയിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് അധികമൊന്നും എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് വട നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. 2 വശവും നല്ല മുരുമുരാന്നായി വന്നാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. വട നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഇവിടെ വീർത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വട നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വട എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഉടൻ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അങ്ങനെ നമ്മുടെ ആദ്യ വട ഞാനിവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ പാത്രത്തിലേക്ക് വട മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വടയും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വട പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഇതുപോലെ നമ്മുടെ അരിപ്പക്കയിലിൻ്റെ മുകളിലേക്ക് ഓരോ ബോൾ മാവും വെച്ച് കൊടുത്ത് കൈകൊണ്ട് ഹോള് ചെയ്തിട്ട് എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. മാവ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് കയ്യിലിന് ചൂടുണ്ടാവരുത്. രണ്ടാമത്തെ വടയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നടുക്ക് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇതുപോലെ താത്തി കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുത്ത വട മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 3 വടയും ഇവിടെ മുരിവായി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് വട മുരിയിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ വടയും ഇവിടെ മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വടയും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ച് മാറ്റാവുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ വടയും ഞാനിവിടെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ വടയും കോരി മാറ്റിക്കഴിഞ്ഞാൽ മൂന്നാമത് നമുക്കിതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാമല്ലോ, നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള വടയെല്ലാം തന്നെയും നല്ല മുഴുപ്പുള്ളതാണ്. അതും നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ഈ ഒരു വടയിൽ ഒരു തരി പോലും എണ്ണയും കുടിക്കാതെ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.